സംസ്ഥാനത്ത് വ്യാജ ട്രേഡിംഗ് ആപ്പ്, വെർച്വൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സൈബർ തട്ടിപ്പുകൾ വ്യാപകം. ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ ഒരാഴ്ചക്കിടെ എറണാകുളം സ്വദേശികൾക്ക് നഷ്ടമായത് 3 കോടിയോളം രൂപയാണ്. ഇതിനൊരു എൻഡ് ഉണ്ടാകില്ല ഫോർ ഷുവർ. ബിക്കോസ് ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്, ഡിജിറ്റൽ കൺസംഷൻസ് കൂടുകയാണ്. പണ്ട് നമുക്ക് പറയാൻ പറ്റും പ്രായമായവർക്ക് സ്മാർട്ട് ഫോണിലേക്ക് ആക്സസ് ഇല്ല, അതുകൊണ്ട് ഇത് അവരിൽ സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ സ്മാർട്ട് ഫോൺ ആക്സസ് ഉള്ളത് കൊണ്ട് 100% ഇത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ സൈബറിൻ്റെ ആംഗിളോ ഒരു സൈബർ പോലീസിനോ ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനോ ഒക്കെ ചെയ്യാവുന്നതിൻ്റെ ലിമിറ്റേഷൻ ഭയങ്കര കുറവാണ്. 80% അല്ലെങ്കിൽ 40-60% വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒന്നും നോക്കാതെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോഴും ആളുകൾ ഒന്നും നോക്കാതെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. വളരെ സോളിഡായിട്ട് നമ്മൾ ഒന്നുകൂടെ റീവെരിഫൈ ചെയ്താൽ മതി, ഇത് സത്യമാണോ ഒന്ന് മറ്റൊരാളുടെ അടുത്ത് ചെക്ക് ചെയ്താൽ ഈ പ്രശ്നം ഇവിടെ ടോട്ടലി സോൾവ് ചെയ്യും. വിഷ്ണു സുരേഷ്, വിഷ്ണു, എല്ലാ ദിവസവും എന്നോണം ഈ പറഞ്ഞ വെർച്വൽ അറസ്റ്റിന്റെ കേട്ടാൽ ചിരിവരുന്ന പല സംഭവങ്ങൾ, കുറെ ഒരാളുടെ പാവത്തിന്റെ കുറെ കോടി പോകുന്നത് ചിരിവരില്ലെങ്കിൽ കൂടിയും ഈ മണ്ടത്തരത്തിന്റെ ലൈൻ നോക്കുമ്പോൾ ചിരിവരുന്ന ഒരു ദിവസം പല വാർത്തകൾ, അതല്ലാതെയുള്ള ബോധവൽക്കരണങ്ങൾ, പോലീസിന്റെ ബോധവൽക്കരണങ്ങൾ, സൈബറിടത്തെ ബോധവൽക്കരണങ്ങൾ, അതിനുശേഷം എന്തുകൊണ്ടാണ് ഇത് കുറയാതെ കൂടിക്കൂടി വരുന്നത് വിഷ്ണു? ആഷ്മി, അതിന്റെ ഉത്തരം ഇപ്പോഴും സൈബർ പോലീസിന് ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ വർഷം മാത്രം 100-ലധികം കോടി രൂപയാണ് ഈ സൈബർ കൊള്ളക്കാർ കേരളത്തിൽ നിന്ന് മാത്രം തട്ടിക്കൊണ്ടു പോയത്. ഇത്തവണ 9 ദിവസം മാത്രമേ ഈ വർഷം തുടങ്ങിയിട്ടായിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 3 കോടി രൂപ ഈ സൈബർ തട്ടിപ്പ് വഴി നഷ്ടമായിട്ടുണ്ട്. അത് എറണാകുളത്തെ മാത്രം കണക്കാണ്. സംസ്ഥാന വ്യാപകമായി അതിൽ കൂടുതലായിരിക്കും ആ കണക്ക്. ആളുകൾ ഇതിലൊരു ജാഗ്രത പുലർത്താത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സാങ്കേതികത്തിനപ്പുറം ഒരു ഇമോഷണൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അത്തരത്തിൽ ആളുകളെ ട്രോമയിലേക്ക് കൊണ്ടുപോയി പണം തട്ടുന്ന രീതിയാണ്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കോളുകളും അതോടൊപ്പം തന്നെ ലിങ്കുകളും ഒക്കെ വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, ഏതെങ്കിലും തരത്തിൽ വെർച്വൽ അറസ്റ്റിന്റെ ഒരു ഫോൺ കോൾ എത്തിയാൽ അത് അടുത്തുള്ള ആളുകളോട് പറയുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക. പോലീസിന് ഇതിൽ വലിയ പരിമിതികളുണ്ട്. പ്രതികളെ അടക്കം പിടികൂടുന്നതിലൊക്കെ വലിയ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പോലുമാണ്. അതുകൊണ്ട് അവരിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ ബോധവൽക്കരണവുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. വെർച്വൽ അറസ്റ്റും ട്രേഡിംഗ് ആപ്പും അതോടൊപ്പം തന്നെ പരിവാഹന്റെ പേരിലുള്ള തട്ടിപ്പുമാണ് ഇപ്പോൾ പ്രധാനമായും ഈ സൈബർ മേഖലയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട തട്ടിപ്പുകൾ. കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് സൈബർ പോലീസ് ആവർത്തിച്ച് പറയുമ്പോഴും ജനങ്ങൾ ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.